ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹനിറഞ്ഞ പണ്ഡിത മാത്തുക്കളെ, ഈ ഒരു അസ്ലു മുഹൂർത്തത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മൂലാകതര നിർദ്ദേശം ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാനാണ്. കഥ ചങ്കൽകോട്ട മുകളിലെ സിംഹഗർജന. കഥയുടെ സർവശങ്ങളും ഓതി പറഞ്ഞിട സർവശങ്ങളും ഓതി പറഞ്ഞിട തന്നൂടെ കഥ പറഞ്ഞിരട്ടെ കഥ പറഞ്ഞിരട്ടെ. യമൻ ഇസ്ലാമിക് ചരിത്രത്തിലെ തങ്ങൾ ഇപ്പോൾ ആരംഗനം ചെയ്ത മണ്ണ് പാവണിയിലെ പാരമ്പര്യം കൊണ്ട് മൂടി അണിഞ്ഞ മൂവിക. അവരെ അനുസരണ പ്രദേശം ഗാവ നിവാസികളെ പുതിയൊരു പുളിയെ വരവേൽക്കുന്ന തിരക്കിലാണ്. അകലെ ചക്രവാള സെമിനെന്തോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉയർന്നു പോകുന്ന പൊടിഭാഗങ്ങൾ വേലയുടെ വിദൂരത്തിൽ നിന്നും ഒരു കുതിരപ്പൊഴുതി കുതിച്ചു വരുന്ന മനുഷ്യരൂപം ആൾക്കൂട്ടത്തിനടുത്തെത്തി. തന്റെ കുതിരക്ക് കടിഞ്ഞാനിട്ട് കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, തൽക്ഷണം പിടിച്ചിടേ ചെഞ്ചുപ്പാലെ ഒല്ലാം താറുകപ്പുകനിയായി വിരട്ടിടവേ തൽക്ഷണം പിടിച്ചിടേ ചെഞ്ചുപ്പാലെ ഒല്ലാം താറുകപ്പുകനിയായി വിരട്ടിടവേ. ഞാൻ മദീനയിൽ നിന്ന് വരുന്നു. മുനീർ റസൂലിന്റെ പുത്രനാണ്. ആഗ്രഹം സ്വയം പരിചയപ്പെടുത്തി. ആരാണ് ഫൈറൂസ് ജനമി? അദ്ദേഹം ചോദിച്ചു. തലം കെട്ടിക്കുന്ന മൂക്കത്തിനിടയിൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും സുന്ദരനും സുമുഖനും ആരോഗ്യത്തിനുമായ ഒരു യുവൻ കോവളൻ മുന്നോട്ട് വന്നു. ഞാനാണ് ഫൈറൂസ്, എന്ത് വേണം? ആഗതത്തിന്റെ കയ്യിലുള്ള സന്ദേശം ഫൈറൂസ് കൈമാറി. മുത്തുനബിയുടെ സന്ദേശമാണ്. ഫൈറൂസ് ആരോഗ്യ തന്ത്രനായി വിറക്കുന്ന കൈകളോ അദ്ദേഹം അകമൊന്ന് തുറന്നു നോക്കി വായിക്കുകയാണ്. മദീനയിൽ മോഹൻ നബി എഴുതുന്നത് എന്തെന്നാൽ അങ്ങനെ വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചു തീരുന്ന ഫൈസുദ്ദീപിന് അന്തരാങ്ങളെ 1000 ആജ്ഞ ചൊല്ലുന്ന പണം വിടർത്തി. സുബ്ഹാനല്ലാഹ്, യമനിന്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമി നാശങ്ങളെ വികലമാകാൻ ശ്രമിക്കുന്ന കൂടയുടെ പര്യായം നികൃഷ്ട രാജാവിനെ വധിച്ചു കളയാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എനിക്കതിന് സാധിക്കുമോ? അസ്വദൻസുയുടെ പരിവാരങ്ങളെ വധിച്ചു കളയാൻ ഈ പാവം ഫൈറൂസിന് ശക്തിയുണ്ടോ? മൂർച്ചയേറിയ ഒരുപാട് ചോദാചരങ്ങൾ ഫൈറൂസ് ഉദ്യമിക്ക് മുമ്പിൽ മുയിവേലി തീർത്തു. കഴിയണം ഫൈറൂസ്, അതല്ലെങ്കിൽ താനെന്റെ ഒരു മുസ്ലിമാണെന്ന് പറയണം. ഫൈറൂസ് ഉദ്യമിയുടെ ഹൃദയതാരങ്ങളെ നിന്നുയർന്ന ഗർജനം അദ്ദേഹത്തിന് ആത്മധൈര്യം പകർന്നു. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ അദ്ദേഹം തന്നെ കുതിരപ്പുറത്തേറി കുതിക്കുകയാണ്. കൽബിൽ പൊളിഞ്ഞ മോഹം, ഉള്ളിൽ വിരിഞ്ഞ ദാഹം. കൽബിൽ പൊളിഞ്ഞ മോഹം, ഉള്ളിൽ വിരിഞ്ഞ ദാഹം. സബബല്ലിക്ക് തനിയതബല്ലിസ്ലാം തേടുന്ന റബ്ബിനാൽ റഹ്മാന. സബബല്ലിക്ക് തനിയതബല്ലിസ്ലാം തേടുന്ന റബ്ബിനാൽ റഹ്മാന. ഇലൈക നദ്ഉ ഐദിയന إليك نخرج أرضنا وقنا من شرور أعدائنا وقنا من شرور أعدائنا. ഇങ്ങനെ
നിൽക്കുന്ന ഇന്ത്യയുടെ തോക്കുകളെയും ഉടനെ നിൽക്കുന്ന മണൽ കൂനുകളെയും പിന്നിലാക്ക ജനമി കുതിക്കുകയാണ്. ശരവേഗത്തിൽ നമ്മുടെ കഥാനായകൻ അസ്വദിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി. ആരെയും അത്ഭുതപ്പെടുത്തി നമ്മരെ ചുംബി. ആർക്കും വേദിക്കാനാത്ത ചങ്കൽ കൊട്ടാരം. മുന്നിൽ സുരക്ഷ ഭയം തീർത്തുകൊണ്ട് ഉലാത്തുകയാണ് സായുധസജ്ജരായ പാറാവുകാർ. ഇല്ല, ഈ സുരക്ഷകളും ഭേദിച്ച് അകത്ത് കടക്കാനാവില്ല. രാത്രിയാവട്ടെ ഫറുസ് കാത്തിരിക്കുകയാണ്. 14 ചക്രവാള സമയം സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. പള്ളി മിനാരക്ക് മുകളിൽ നിന്നും മഗ്‌രിബിന്റെ ബാങ്ക് ഉയർന്നപ്പോൾ ഫറുസ് ഇതമെടുപ്പ് വർദ്ധിച്ചു. അദ്ദേഹം ഒരു കരങ്ങളും നാഥിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. നാഥാ, നിന്റെ ദീനിന്റെ സംസ്ഥാനത്തി ഈ ഫൈസ് ഇറങ്ങി തിരിച്ചേക്കുന്ന റബ്ബേ, ഈ സാൻ ചൊറിയാനുമേ റഹ്മാനെ. ഇരുട്ടിന്റെ കൂടുതൽ ഭൂമിയിലേക്ക് അടർന്നു വീണു. ഇരുതല മൂശയുള്ള കടയാളിൽ കയ്യിലേന്തി ആഴ്ചപ്പെടുത്ത ആത്മീയധൈര്യം കൈവിടാതെ ഫറുസ് പറാകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചതും ഇസ്ലാമിന്റെ ശത്രുവിനെ കണ്ടപ്പോൾ തന്റെ കരാരാസ്വദിന ശിരസിൽ കയറി തെളിച്ചുവീണ ശിരസിൽ മുതുമുനാറിൽ കോർത്ത് കൊട്ടാരത്തിന് മുകളിലേക്ക് കയറി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീർ ദീനുകൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. താഴെ നിൽക്കുന്ന പാറാവ് സമുദ്രായി. പെട്ടെന്ന് അസ്വദിന്റെ ചേതന ശിരസ് അവരിലേക്ക് തെളിച്ചു വീണത്. ഇല്ല, ഇനി രക്ഷയില്ല, ഈ അടങ്ങുക തന്നെ. പാടാം യമനിൽ മണ്ണിൽ ദീനിൻ പുകള്, പാടിടാം സരസത്തിൽ പതയിൻ ദിനമില്. പാടാം യമനിൽ മണ്ണിൽ ദീനിൻ പുകള്, പാടിടാം സരസത്തിൽ പതയിൻ ദിനമില്. കമലിൽ മികന്തൊരു സൈതര, ധൈര്യമികന്നൊരു നായകര. യമനിൽ മണ്ണിൽ ഉശിരോടെ, കൽബിൽ നിറയും പൊലിയോടെ. അലത്തിയല്ല അനുഗ്രഹത്താൽ യമനിൽ നേകിയ നിഅമത്ത്, അലത്തിയല്ല അനുഗ്രഹത്താൽ യമനിൽ നേകിയ നിഅമത്ത്. പാടാം യമനിൽ മണ്ണിൽ ദീനിൻ പുകള്, പാടിടാം സരസത്തിൽ പതയിൻ ദിനമില്. പാടാം യമനിൽ മണ്ണിൽ ദീനിൻ പുകള്, പാടിടാം സരസത്തിൽ പതയിൻ ദിനമില്. ചരിത്ര കഥാപ്രസംഗം ദൃശ്യം ചെയ്യുകയായി. അസ്സലാമു അലൈക്കും.